സേവ് ദ ഡേറ്റ് ഷൂട്ടിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഞാൻ ഒരു സേവ് ദ ഡേറ്റ് നമ്മുടെ വിൻസർ കാസ്റ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇപ്പം എല്ലാവരും പറയും എവിടെയെങ്കിലും പോയി 2 ഫോട്ടോ എടുത്താൽ മതി, അല്ലെങ്കിൽ കണ്ടെത്തിപ്പോയോ അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി എടുത്താൽ മതി എന്നൊക്കെ. അങ്ങനെയല്ല, നമ്മൾ ആ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കോട്ടയത്താണെങ്കിൽ വിൻസർ കാസ്റ്റിൽ നല്ല ആംബിയൻസും ലൊക്കേഷനും ഫ്രെയിമുകളും ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 4 പങ്ക് നല്ലൊരു സ്ഥലമാണ്. പിന്നെ ട്രഡീഷണലായിട്ട് കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഈ വിൻസർ കാസ്റ്റ് എടുത്തതിൻ്റെ വെച്ചിട്ട് അവിടുത്തെ ഫ്രെയിമുകൾ, പല ഫ്രെയിമുകളും നല്ല പൊളിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷൂട്ടാണ് ഇന്ന് കാണാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ സേവ് ദ ഡേറ്റോ അല്ലെങ്കിൽ മറ്റ് ഷൂട്ടുകളൊക്കെ നടത്തുമ്പോൾ ഏറ്റവും രാവിലെ ഒരു 6 മണി 7 മണിയാകുമ്പോൾ ലൊക്കേഷനിൽ എത്താൻ ശ്രമിക്കുക. ഒരു 9 മണിക്ക് മുമ്പായിട്ട് പരിപാടിയെല്ലാം തീർക്കാൻ നോക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിൽ ഒരു 3-4 മണിയാകുമ്പോൾ തുടങ്ങിയാൽ, പക്ഷേ വൈകുന്നേരം സമയത്ത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. വൈകുന്നേരത്തെ കാര്യം പെട്ടെന്ന് ലൈറ്റ് പോകും, പിന്നെ ഇരുട്ടായി പോകും. അപ്പോൾ രാവിലെ കഴിവതും നേരത്തെ പോയിട്ട് സേവ് ദ ഡേറ്റ് പോലെയുള്ള ഷൂട്ടുകൾ ചെയ്യുക വെച്ചാൽ ക്ലൈൻ്റ് ആണല്ലോ, അതായത് പാർട്ടിക്കൊന്നും ഒരു വലിയ ഐഡിയ ഒന്നും കാണുകയില്ല ഈ ഫോട്ടോഗ്രാഫിയെ പറ്റി. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് വേണം കൊണ്ടുപോകാനും എടുക്കാനും ഒക്കെ. നമ്മളൊരു സേവ് ദ ഡേറ്റ് ഞങ്ങൾ വിൻസർ കാസ്റ്റിൽ പോയതിന് കുറച്ച് ഫോട്ടോയും ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ക്ലിപ്പാണ് ഈ വീഡിയോ കാണിക്കുന്നത്. വിൻസർ കാസ്റ്റിൽ ഒരു സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിന് വന്നേക്കുമായിരുന്നു. നമ്മൾ 3000 രൂപയാണ് കേട്ടോ 2 മണിക്കൂറിന് ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ രാവിലെ ഒരു 7-8 ആയപ്പോഴത്തേക്കിന് വന്നു. പരിപാടി നടന്നുകൊണ്ട് കുറേയൊക്കെ ഫോട്ടോ എടുത്തു. ബാക്കി നമുക്ക് കാണാം. സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിന് വന്നേക്കുമായിരുന്നു. 3000 രൂപയാണ് 2 മണിക്കൂറിന് ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ രാവിലെ ഒരു 7-8 ആയപ്പോഴത്തേക്കിന് വന്നു. പരിപാടി നടന്നുകൊണ്ട് കുറേയൊക്കെ ഫോട്ടോ എടുത്തു. ബാക്കി നമുക്ക് കാണാം. വീഡിയോയും ഫോട്ടോ എടുത്തു. ഫോട്ടോ മാത്രമേ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ ലിങ്ക് കൊടുത്തേക്കാം. നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്, അതും പോയി കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.